യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോബ് വിസ. ഇതിനായി ഇൻസ്റ്റഗ്രാമിൽ പ്രത്യേക പേജ്. കൊല്ലം പള്ളിമുക്ക് കേന്ദ്രമായി കാലിബ്രി കൺസൾട്ടൻസി എന്ന പേരിൽ സ്ഥാപനവും തുടങ്ങി. കുറഞ്ഞ നിരക്കിൽ ജോബ് വിസ ലഭിക്കുമെന്നറിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇയാളുടെ തട്ടിപ്പിൽ വീണു. സ്വർണ്ണാഭരണങ്ങൾ വിറ്റും കിടപ്പാടം പണയപ്പെടുത്തിയും ഇയാൾക്കും സംഘത്തിനും പണം നൽകി. എല്ലാവരുടെയും ജീവിതം ആത്മഹത്യയുടെ വക്കിലാണ്. പലരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വസ്തു പണയം വെച്ചും കിടക്കാടങ്ങളും വിറ്റും അതുപോലെ ഇപ്പൊ തെരുവിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് പോയാണ്. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും വിസ ലഭിച്ചില്ല. ഇതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തിരുവനന്തപുരം കല്ലറ സ്വദേശി അദ്നാൻ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പണം നഷ്ടമായവർ ഡോക്ടർ ഷമീമിന്റെ വീട്ടിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കി. ഇവർക്ക് ഉമ്മയുടെ പേരിലുള്ള ചെക്ക് നൽകി. ചെക്ക് മടങ്ങിയതോടെ വീണ്ടും പ്രശ്നങ്ങളായി. ഇതോടെ ഷമീം കുടുംബസമേതം വിദേശത്തേക്ക് കടന്നു. പോളണ്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞാണ് നമ്മളിന്ന് കാശ് മേടിച്ചത്. എന്റെ കിടക്കാടം വരെ പ്രമാണം വെച്ച് പണയം വെച്ചാണ് നമ്മൾ കാശ് കൊടുത്തേക്കുന്നത്. കാശ് കൊടുത്ത് തുച്ഛമായ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പോളണ്ടിൽ എത്തിക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പേപ്പർ വർക്ക് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് മുംബൈയിൽ എത്തിച്ചിട്ട് 1 രൂപ പോലും അവിടെ പട്ടിണിയാ കിടന്നത്. 4 ദിവസം മുംബൈയിൽ റൂമിൽ പട്ടിണി കിടന്നാണ് പിള്ളേർ തിരിച്ചു വന്നത്. നമ്മൾ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്താണ് പിള്ളേർ തിരിച്ച് ഇങ്ങോട്ട് വന്നത്. വിദേശത്തിരുന്നും ഇയാൾ തട്ടിപ്പ് തുടർന്നു. കേസുകളുടെ എണ്ണം കൂടിയതോടെ ഇരവിപുരം പോലീസ് പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഷമീമിനെ പിടികൂടി. കാനഡ, ഇംഗ്ലണ്ട്, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിരുന്നു പ്രധാനമായും വിസ വാഗ്ദാനം ചെയ്തിരുന്നത്. പണം നഷ്ടപ്പെട്ടതോടെ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. 2-3 വർഷം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ച് ലക്ഷങ്ങൾ മേടിച്ച് ഈ ലക്ഷക്കണക്കിന് മേടിച്ചിട്ടുണ്ടെങ്കിലും അവന്മാർ പറയുന്ന മോഹന സുന്ദര വാഗ്ദാനങ്ങളിൽ വിശ്വാസം കൊടുത്താണ് ചെയ്തത്. ഡോക്ടർ എന്നുള്ള വാക്കാണ് പറഞ്ഞത്. എന്തിന്റെ ഡോക്ടറാണ്? ഒന്നിനുമില്ല. ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ മാത്രം 16 കേസുകളുണ്ട് ഇയാൾക്കെതിരെ. ചാത്തന്നൂർ, കൊട്ടിയം, അഞ്ചാലുമൂട്, പാരിപ്പള്ളി തുടങ്ങിയ സ്റ്റേഷനുകളിലും ഷമീമിനെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. കൊല്ലം ACP ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷമീമിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.